നമസ്കാരം. മോദിയാണ് ഇന്ത്യയെ നയിക്കുന്നതെന്ന് മറന്നുപോയിട്ടാണ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചത്. ഒരു യോദ്ധാവ് ഒരിക്കലും ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുവിറച്ച് തോൽവി സമ്മതിക്കില്ല. യുദ്ധമുഖത്ത് നെഞ്ചുവിരിച്ച് ധൈര്യത്തോടെ നിൽക്കാൻ ഒരു യോദ്ധാവ് ഉണ്ടാകുമ്പോഴാണ് അണികൾക്ക് തങ്ങളുടെ രാജ്യത്തിനുമേൽ ചവിട്ടി നിൽക്കുന്ന മണ്ണിനുമേൽ ഉറപ്പുണ്ടാകും. അങ്ങനെയുള്ള മോദി ഭരിക്കുന്ന ഇന്ത്യയെ താരിഫിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാര്യം കാണാമെന്ന് ട്രംപ് കരുതിയപ്പോൾ തന്നെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ല എന്ന്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും അല്ലാത്തതൊന്നും ഇന്ത്യ ചെയ്യില്ല എന്ന് മോദി വീറോടെ വാദിച്ചതാണ്. അന്നു മുതൽ ട്രംപിന്റെ കാല് പിടിക്കുന്നതിന് പരം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളതാണ് മോദി ആലോചിച്ചത്. അതിന്റെ ഫലമായി തന്നെയാണ് താരിഫ് ഇത്രയും ഉയർത്തിയപ്പോഴും ഇന്ത്യ സാമ്പത്തികമായി പിന്നോക്കം പോകാതെയും തകർന്നു തരിപ്പണമാകാതെയും പിടിച്ചു നിൽക്കുന്നത്. അതിനു പിന്നാലെ അമേരിക്കൻ തീരുവ പ്രഹരത്തിൽ നിന്ന് കരകയറാൻ ഒരുങ്ങി രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയും മുന്നോട്ട് വരികയാണ്. യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ചൈന, UAE തുടങ്ങിയ വിപണികളിലേക്കുള്ള സാന്നിധ്യം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീരദേശ മേഖല. US പുറത്തെ പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കുന്നതോടെ കയറ്റുമതി കുതിക്കും. ഇത് കേരളത്തിൽ നിന്നടക്കമുള്ള കയറ്റുമതി സമൂഹത്തിന് വലിയ ആശ്വാസമാണ്. തീരുവ കുരുക്ക് മൂലം നിലവിൽ കേരളത്തിലെ കയറ്റുമതി മേഖല പ്രതിസന്ധിയിലാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാന വിപണികളിൽ ഒന്നായ യൂറോപ്യൻ യൂണിയൻ. അടുത്തിടെ യൂറോപ്യൻ യൂണിയന് 102 ഇന്ത്യൻ കമ്പനികൾക്ക് സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകി. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 8 കമ്പനികളും ഉൾപ്പെടുന്നു. ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ അനുമതിയുള്ള കേരളത്തിലെ യൂണിറ്റുകളുടെ എണ്ണം 101 ആയി. റഷ്യയിലേക്കുള്ള കയറ്റുമതിക്ക് 25 ഇന്ത്യൻ കമ്പനികൾക്ക് അനുമതി അന്തിമ ഘട്ടത്തിലാണ്. ഇതിൽ കേരളത്തിൽ നിന്ന് 2 യൂണിറ്റും ഉൾപ്പെടും. ഇവയ്ക്ക് പുറമെ UAE വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള ചർച്ചകളും നടന്നു വരികയാണ്. ഇതും മേഖലയ്ക്ക് ഗുണം ചെയ്യും. ഇതിനിടെ ജപ്പാന്റെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് ചൈന നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ചൈന, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, UAE എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി ശക്തമായി വളരുന്നതോടെ ആഗോള വിപണിയിലെ മാറ്റങ്ങൾ നേരിടാനുള്ള ഇന്ത്യയുടെ കഴിവ് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. US ഉയർത്തിയ താരിഫ് വെല്ലുവിളികൾ തുടക്കത്തിൽ തന്നെ ആശങ്കയുണ്ടാക്കിയെങ്കിലും ദീർഘകാലം ഇന്ത്യൻ സമുദ്രോൽപ്പന്ന മേഖലയെ അത് ബാധിക്കില്ല എന്ന് ആധികാരികമായ കണക്കുകൾ തന്നെ തെളിയിക്കുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രോസസ്ഡ് ഫിഷ്, ചെമ്മീൻ, വാല്യൂ ആഡഡ് മറൈൻ പ്രോഡക്ട്സ് വിപണികളിൽ ഇന്ത്യക്ക് ഇപ്പോഴും അപാരമായ ശേഷിയുണ്ട്. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് കേരളം. കേരളം ഇന്ത്യയുടെ മറൈൻ ഹബ്ബാണ് എന്ന് വേണമെങ്കിൽ പറയാം. US താരിഫ് തിരിച്ചടിയല്ല, മറിച്ചൊരു നീണ്ടകാല വളർച്ചാ സാധ്യതകളിലേക്ക് തുറന്ന കവാടമാണെന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാർ തിരിച്ചറിഞ്ഞു. വിപണി കേന്ദ്രീകൃതം കുറയ്ക്കുക, ഒരു രാജ്യത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് മോചനം നേടുക, സ്ഥിരതയുള്ള ആവശ്യ വളർച്ചയുള്ള മേഖലയിലേക്ക് കടക്കുക, ഇതൊക്കെ ഇന്ത്യൻ മത്സ്യ കയറ്റുമതിയുടെ ഭാവിയെ കൂടുതൽ ശക്തമാക്കുന്ന ഘടകങ്ങളാണ്. ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, UAE തുടങ്ങി ഉയർന്ന ഉപഭോഗക്ഷമതയുള്ള വിപണികളിലേക്ക് കടന്നു പോകും തോറും ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ നിലവാരം, സുരക്ഷാ മാനദണ്ഡം, വില, മത്സരക്ഷമത എന്നിവ കൂടുതൽ ഗ്ലോബൽ അംഗീകാരം നേടും. കേരളത്തിനായി ഇതൊരു തന്ത്രപരമായ വഴിത്തിരിവാണ്. ഒരിക്കൽ പരമ്പരാഗത കയറ്റുമതികളിൽ മാത്രം ആശ്രയിച്ചിരുന്ന കേരളത്തിന്റെ മത്സ്യരംഗം ഇന്ന് വാല്യൂ ആഡഡ് പ്രോസസിംഗ്, ഹൈ എൻഡ് ഷ്രിംപ് വർഗ്ഗങ്ങൾ, ശാസ്ത്രീയ പരിപാലനം എന്നിവയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കും. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള സുസ്ഥിരമായ, സുരക്ഷിതമായ, ഉയർന്ന ഗുണമേന്മയുള്ള മത്സ്യോൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് കാണുമ്പോൾ കേരളത്തിലെ സർട്ടിഫൈഡ് ഫാക്ടറികൾക്കും ആധുനീകരണ പദ്ധതികൾക്കും കൂടുതൽ വിപുലമായ അവസരങ്ങൾ ലഭിക്കുന്നു. റഷ്യൻ വിപണിയും അത്ര തന്നെ ശക്തമാണ്. ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ധാരണകളാൽ കൂടുതൽ ശക്തിയാർജിക്കുന്നതിനോടൊപ്പം സമുദ്രോൽപ്പന്നങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പുതിയ കയറ്റുമതി കരാറുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കുള്ള തടസ്സങ്ങളും കുറയ്ക്കും. കേരളത്തിൽ നിന്നും റഷ്യയിലേക്കുള്ള മത്സ്യങ്ങളുടെ ഡിമാൻഡ് ഉയരുമ്പോൾ കൊച്ചി തുറമുഖം, മുട്ടം പള്ളിപ്പുറം സമുദ്രോൽപ്പന്ന ക്ലസ്റ്റർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം തീരമേഖലകൾ എല്ലാം അന്തർദേശീയ നിലവാരത്തിലേക്കുള്ള വളർച്ചയിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്മീൻ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ചൈന. ഇന്ത്യ ചൈനയിലേക്ക് കയറ്റുമതി ഉറച്ച രീതിയിൽ, വൈവിധ്യമാർന്ന രീതിയിൽ നടപ്പിലാക്കിയതോടെ ഈ വളർച്ച കേരളത്തിലെ വൻകിട, ചെറുകിട കയറ്റുമതിക്കാരെയും നേരിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. COVID-19 ശേഷം ചൈനീസ് ഫുഡ് സേഫ്റ്റി നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ സമുദ്രോൽപ്പന്ന പ്രോസസിംഗ് യൂണിറ്റുകൾ ഇതിനകം ആ മാനദണ്ഡങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റിക്കൊണ്ടു. UAE മറ്റു ഗൾഫ് വിപണികളും കേരളത്തിന് പ്രത്യേകമായ ചരിത്രപരമായ ബന്ധം കൊണ്ടും ഉപഭോക്തൃ സ്വഭാവം കൊണ്ടും പ്രധാനമാണ്.
ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ ജനസംഖ്യയുടെ ഉയർന്ന സാന്നിധ്യം ഏവർക്കും അറിയാം. അതിനാൽ ഇന്ത്യൻ രുചിക്ക് ഏറ്റവും അടുത്ത സമുദ്രോൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം സ്ഥിരമായി തുടരും. കൂത്തുപറമ്പ് മുതൽ കോഴിക്കോട് വരെ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പ്രോസസിംഗ് യൂണിറ്റുകൾക്ക് ഗൾഫ് വിപണി സ്ഥിരമായ ഉറപ്പാണ്. ഇപ്പോൾ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ, മാരിനേറ്റഡ്, റെഡി ടു കുക്ക്, റെഡി ടു ഫ്രൈ എന്നിങ്ങനെ കേരളം കൂടുതൽ ശക്തമായി ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന വ്യവസായത്തിന് ഇത് പുതിയ വഴിത്തിരിവാണ്. US-ന്റെ താരിഫുകൾ ഉണ്ടായതുകൊണ്ടല്ല ഇന്ത്യയുടെ വളർച്ചയിൽ അല്പം തളർച്ച പ്രാപിച്ചിരുന്നത്. മറിച്ച് അത് ഇന്ത്യയെ കൂടുതൽ ശക്തമായ വിപണികളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇന്ത്യ തന്റെ വ്യവസായ ശേഷി തെളിയിക്കുമെന്ന കാര്യത്തിൽ ലോകം സംശയിക്കുന്ന സമയങ്ങൾ കഴിഞ്ഞുവെന്നും ഈ വളർച്ച തെളിയിക്കുന്നു. ഇന്ത്യൻ സമുദ്രോൽപ്പന്ന മേഖലയിലെ സ്ഥിരത, ആഗോള മാന്ദ്യകാലത്ത് പോലും കയറ്റുമതി ഉയർത്താനുള്ള ഇന്ത്യയുടെ കഴിവ്, വിപണികളോട് പൊരുത്തപ്പെടുന്ന അതിവേഗ പ്രതികരണം, ഇവയൊക്കെ ഒരുമിച്ചാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി നിർമ്മിച്ചത്. മോദിക്ക് ഓരോ മതിലുകളും സാധ്യതകളാണ്, പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള പ്രേരക ശക്തികളാണ്. തളരാനല്ല, കുതിച്ചു പായാനാണ് മോദിയുടെ ഇന്ത്യയുടെ തീരുമാനം.